ആ വാ വാ വാ. ചൂട്. ഇതെന്തോ അമ്മ കാണിക്കുന്നേ? എനിക്ക് തിന്നാൻ കൊണ്ടുവന്നിട്ട് അമ്മ ഒരു മുഴുവൻ തിന്നുവാണോ? നിനക്ക് തിന്നാൻ കൊണ്ടുവന്നു ആരാ പറഞ്ഞേ? ഇത് ഞാൻ എനിക്ക് തിന്നാൻ കൊണ്ടുവന്നതാ. നിനക്ക് വേണമെങ്കിൽ അടുക്കള പോയി എടുക്ക. ക്രൂര. ഈ കാര്യത്തിൽ ഞാൻ ഇത്തിരി ക്രൂര തന്നെ അടി. ഓ കാലം പോയൊരു പോക്കേ. ചക്കപ്പുഴുക്കും കപ്പപ്പുഴുക്കും ഒക്കെ തിന്ന് വളർന്ന തടിയായത്. ഇപ്പൊ സ്നാക്സേ കഴിക്കൂ. കട്ട്ലേറ്റ്, പപ്സ്, സമൂസ. എന്ത് മൂസ? സിഐഡി മൂസ. ദേ മര്യാദക്ക് എഴുന്നേറ്റ് പോയി അകത്ത് പോയിരുന്ന കാര്യം കഴിക്കുക. സ്വീകരണ മുറിയിൽ ഇരുന്നാണോ ഭക്ഷണം കഴിക്കുന്നത്? എനിക്ക് ഇഷ്ടമുള്ളിടത്തിരുന്ന് കഴിക്കും. ഇതേ എൻ്റെ മോൻ കൊണ്ടുവന്നതാ. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളിടത്തിരുന്ന് കഴിക്കാം. എനിക്ക് കട്ട്ലേറ്റ് തരാതെ ഒറ്റയ്ക്ക് കഴിക്കുന്ന നിങ്ങളുടെ കൂടെയുള്ള എല്ലാ കൂട്ടും ഞാൻ വെട്ടി. ഇനി ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കും, നോക്കിക്കോ. അല്ലെങ്കിലും ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാന്ന് എനിക്കറിയാം. അയക്കാൻ വേണ്ട. അല്ല തരും കൂടെ. അയ്യോ എന്തൊക്കെ വാർത്തയാ. അയ്യോ ദേ പുഴയിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നു. പട്ടി ചത്ത് ചീഞ്ഞളിഞ്ഞ് കിടക്കുന്നു. അയ്യോ ദേ പ്രസിദ്ധമായ ഒരു ബേക്കറിയിലെ ഫ്രിഡ്ജിൽ നിന്നും ചീഞ്ഞളിഞ്ഞ ചിക്കൻ്റെ പീസുകൾ കിട്ടി. അതിനകത്ത് നിറയെ പുഴുവും. അയ്യോ അത് വെച്ചാണ് അവർ കട്ട്ലേറ്റും ബർഗറും പിസയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അയ്യേ കണ്ടില്ല എന്തൊക്കെ വാർത്തയാന്ന്. അമ്മയ്ക്കൊരു അറപ്പും തോന്നുന്നില്ലേ? ചീഞ്ഞളിഞ്ഞ പുഴു അരിച്ച് ചിക്കൻ കൊണ്ടാണ് കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയത്. അതവിടല്ലേ? നീ ബാക്കി കൂടെ വായിക്കും, ഞാനൊന്ന് കേക്കട്ടെ. അയ്യേ ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ ഈ കട്ട്ലേറ്റ് അപ്പൊ തന്നെ വലിച്ചെറിഞ്ഞു കളഞ്ഞേനെ. ഞാൻ അങ്ങനെ വലിച്ചെറിയാനൊന്നും പോകുന്നില്ല. നിനക്ക് കൊതി മൂത്തിട്ട് പറയാം. നീ വേണമെങ്കിൽ അകത്ത് പോയി ഒരെണ്ണെടുത്ത് കഴിച്ചോ. എന്തിനാ ഇവിടെ നീ കൊതി? എന്റെ വായിക്കൂടെ വെള്ളം വരുന്നു. എന്റെ വായിക്കൂടെ വെള്ളം വരുന്നില്ല. അയ്യോ ഇപ്പൊ ഇറക്കി. ഇല്ല എനിക്ക് കട്ട്ലേറ്റ് അല്ല വലുത്, വിജ്ഞാനാ വലുത്. പതുക്കെ ചെല്ലിക്ക്. കട്ട്ലേറ്റ് തൊണ്ടേ കൊണ്ടെങ്കിൽ മരിച്ചെന്ന് പറഞ്ഞ് നാളെ പേപ്പറിൽ പരത്തും. ഹായ് 50 പവന്റെ സ്വർണം പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് കല്യാണ ശേഷം ഹണിമൂണിനുള്ള എയർ ടിക്കറ്റ് ഫ്രീ. നീ നന്നായിട്ട് പത്രം വായിക്കുന്നുണ്ടല്ലോ. വായിക്കും മുഴുവൻ വായിക്കും. അതെ അർജുനേട്ടാ 50 പവന്റെ സ്വർണം പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് ഹണിമൂണിന് ശേഷം എയർ ടിക്കറ്റ് ഫ്രീ ആണെന്ന്. സൗജന്യം. അങ്ങനെ പലതും ഒക്കെ ഉണ്ടാവും. അർജുനേട്ടാ നമുക്ക് ഒന്നും കൂടെ കല്യാണം കഴിച്ചാലോ? എടാ നിനക്ക് ഇങ്ങനെ തന്നെ വരണം. പ്ലെയിനിൽ കയറാനുള്ള അത്യാഗ്രഹം മൂത്തിട്ടേ ഇവള് വേണമെങ്കിൽ വേറെ ഒരുത്തനെ കൂടെ കിട്ടും. എന്തായാലും നഷ്ടമായി പോയി. നമ്മൾ കല്യാണം കഴിച്ച സമയത്ത് ഈ ഓഫർ ഒന്നും ഇല്ലായിരുന്നു അല്ലേ അർജുനേട്ടാ? നമുക്ക് ഇപ്പൊ കെട്ടിയാൽ മതിയായിരുന്നു. അയ്യോ 50 പവൻ തരാനുള്ള കഴിവ് നിന്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്പൊ ഉണ്ടോടി? നിന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുമ്പോ എത്ര പവൻ ഉണ്ടായിരുന്നു? 35 പവൻ ഉണ്ടായിരുന്നു. എത്ര? 35 പവൻ ഉണ്ടായിരുന്നു. 10 പവൻ ഉണ്ടായിരുന്നു. കാണുന്നവര് മൂക്കത്ത് വിരല് വെക്കുമായിരുന്നു. ഇത്രയും ദരിദ്രം പിടിച്ച ഒരു പെണ്ണിനെ എന്തിനാ ഈ അർജുനെ കെട്ടിക്കൊണ്ട് വന്നതെന്ന്. അത് കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുക്കൻ. അയ്യാ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ. ഓഹോ അമ്മ അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് നടക്കുവായിരുന്നല്ലേ? അല്ല പറയിപ്പിച്ചാ പറയാതിരിക്കും. ഇപ്പം ആകെ മൊത്തം നോക്കിയ ഒരു 10-25 പവൻ ആഭരണം കാണും. കാണും. അതെങ്ങനെയാണെന്നറിയാവോ? നീ ഓരോ പിറന്നാളിനും ഓരോ വിവാഹ വർഷത്തിനും ഓരോ പവൻ വെച്ച് വാങ്ങിച്ചു കൊടുക്കത്തില്ലയോ? അപ്പൊ 25 പവനല്ല, ഒരു 10-45 പവൻ അവിടെ കൈ കാണും. ഒരു തമാശ കേട്ടോ. എന്റെ ഓഫീസിലെ രമേശനില്ലേ, അവൻ പറഞ്ഞതാ നമ്മൾ ഈ കള്ളന്മാരെ പിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. കള്ളന്റെ പുറകെ ഓടിയാ മതി. അയ്യോ എന്റെ പൊന്നുമോനെ ഇത്ര തമാശയായിട്ട് കൊണ്ടുവരല്ലേടാ. വലിയൊരു തമാശക്കാരൻ ഇറങ്ങിയിരിക്കുന്നു. എന്റെ വയറ്റിൽ കിടക്കുമ്പോ തന്നെ നീ എന്നെ ചവിട്ടി തുടങ്ങിയതാ. പെമ്പർന്നത്തെ രക്ഷിക്കാൻ അവൻ ഓരോ അടവും കൊണ്ടിറങ്ങിയിരിക്കുന്നു. ഓ എനിക്കിതൊന്നും അറിയണ്ടേ. ഞാൻ കുറച്ച് വിജ്ഞാനം. അയ്യോ അർജുനേട്ടാ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ ചെല്ലുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. നമുക്കൊന്ന് പോയാലോ? കുറച്ച് സ്വർണ്ണ നാണയം കിട്ടിയിട്ട് വേണം എനിക്ക് അമ്മയുടെ മുമ്പിൽ ഒന്ന് ഞെളിയാൻ. ശമ്പളം കിട്ടട്ടെ മോനെ വലിയ, അത് കഴിഞ്ഞിട്ട് പോകാം. ഓഫീസിൽ പോകാത്ത നിനക്ക് എവിടെ നിന്നാടാ ശമ്പളം? പിന്നെ ചെല്ലുന്നവർക്ക് സ്വർണ്ണം എടുത്ത് കൊടുക്കാൻ കടക്കാർക്ക് എന്താ തലയ്ക്ക് വട്ടുണ്ടോ? ഭാഗ്യമുള്ളവർക്ക് സ്വർണ്ണ നാണയം കിട്ടും. എനിക്കാണെങ്കിൽ ഭയങ്കര ഭാഗ്യ. അർജുനേട്ടാ നമുക്ക് പോയിട്ട് കണ്ടാലും അറിയാം. അല്ല പിന്നെ എന്താടാ നോക്കിയിരിക്കുന്നേ? വിളിക്കുന്ന കേട്ടില്ലയോ? വലിഞ്ഞിട്ട് ചെല്ലടാ കൊരങ്ങ. അല്ല കയ്യില് കാശ് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. അതുവരെ ഈ പത്രം ഒന്നും വായിക്കരുത്.
പത്രക്കാരെ കൊണ്ട് തോറ്റു. എന്തിനാടാ പത്രക്കാരെ കുറ്റം പറയുന്നത്? ആദ്യം നീ നിന്റെ പെമ്പറിനത്തെ നിലക്ക് നിർത്ത്, എന്നിട്ട് നീ പത്രക്കാരെ കുറ്റം പറ. എടാ, ആന അപ്പിയിടുന്ന പോലെ അണ്ണാനെ അപ്പിയിടാൻ ഒക്കത്തില്ല, അത് പറഞ്ഞു കൊടുക്ക. പാവം അണ്ണാൻ അല്ലേ അമ്മേ? അയ്യോ അണ്ണ, എനിക്ക് കൊല്ലാനാ എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഷോപ്പിങ്ങിന് വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. അർജുനേട്ടൻ പറ. ഞാനാ പറയുന്നത്, അവൻ പറയത്തില്ല. എന്റെ ഈശ്വര, അടുത്ത ജന്മത്തിലെ അമ്മ ഇല്ലാത്ത ഒരുത്തനെ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇത് സത്യം സത്യം സത്യം. എനിക്ക് ഷോപ്പിങ്ങിന് പോകാനേ ഒരുത്തന്റെ സഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം. ഓ, ഒറ്റയ്ക്ക് പോവോ അവള്? എന്താടാ നോക്കിയിരിക്കുന്നത്? ചെല്ലടാ. ഇന്ന് അവക്കിട്ട് 2 എണ്ണം കൊടുത്തിട്ടുള്ള കൊടുക്കും, നീ കാണിച്ചു കൊടുക്കാം. വിറയ്ക്കും. വാ എന്നെ തല്ല. ഹോ. ഇന്ന് എന്നെ കൊല്ലുകൂടി പത്രകാളി. അയ്യോ, എന്നെ കേട്ടോ മക്കളെ, നിങ്ങളിപ്പോ അങ്ങോട്ട് പോകണ്ട. തള്ളെ തല്ലുന്നത് നിങ്ങൾ കാണണ്ട. അങ്ങ് റൂമിൽ പോക്കോ. കേട്ടില്ലയോ? കണ്ണുകളെ വാച്ചമ്മേ, എനിക്ക് പേടിയാ. എനിക്ക് കാലും കൈയും മറക്കും. ഞാനില്ല മക്കളെ, നമുക്ക് കാണാം. അമ്മയെ കൊല്ലു എന്നാ കൊച്ചിനെ. എന്റെ അമ്മച്ചി, അയ്യോ എന്നെ കൊല്ലല്ലേട്ടാ. ഇന്ന് ഞാൻ നിന്നെ കൊല്ലുവടി. അടിച്ചു നിന്നെ ഒരുപാട് കാലമായിട്ട് ഞാൻ നിന്നെ പറഞ്ഞാൽ അനുസരണയില്ലേ? അമ്മയുടെ ഒരു ബഹുമാനം ഒന്നും നീ കാണിക്കുന്നില്ലേ? ഇന്ന് ഞാൻ നിന്നെ ഷോപ്പിങ്ങിന് പോയി ഇനി വരട്ടെ, ഇങ്ങോട്ട് തന്നെ വരുന്നത് കാണിച്ചു കൊടുക്കാൻ ഞാൻ. എടാ, അവക്കെങ്ങാനും സ്വർണം അടിക്കുവോ? അങ്ങനെ അടിച്ച ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ല, നോക്കിക്കോ. അങ്ങനെയൊന്നും പറയല്ലേ അച്ഛമ്മേ, ഞങ്ങൾക്ക് വിഷമാവും. എടാ, നിനക്കോ ഹൃദയമോ? ചുമ്മാ, ഇത് നമ്പറാ. അച്ഛമ്മയെ സോപ്പിട്ടിട്ട് സിമ്മിത് പറ്റിയിട്ട് വേണം നമുക്ക് തേങ്ങാപ്പേരിട്ട് അടയുണ്ടാക്കി തിന്നാൻ. മനസ്സിലായോ? ആ, മനസ്സിലായി. ഇതൊരു ബുദ്ധിയാണോ നിനക്ക്? എനിക്ക് വയ്യ. വാ വാ വാ, നമുക്ക് എന്താ അർജുനേട്ടാ, ഞാൻ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ ശ്രദ്ധിക്കുക, എന്താ ഒരു മൂഡ് ഓഫ്? ഞാൻ 8000 രൂപയുടെ സാരി മേടിച്ചോണ്ടാണോ? എന്നാണ് നമുക്ക് ഇപ്പൊ തന്നെ പോയി മാറ്റാം. പാവം 10000 രൂപയുടെ സാരി എടുക്കാം നമുക്ക്. ഞാൻ എങ്ങനെ അമ്മയോട്? അമ്മ ഇതേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ. വാ, ഞാൻ ഏർപ്പാടാക്കാം. വാ ഇങ്ങോട്ട്. എന്തോരം കളക്ഷൻ അല്ലേ ഇമ്മാനുവൽ സിൽക്സില്. വാ, നമുക്ക് നാളെയും പോണം ഇമ്മാനുവൽസിലെ. അമ്മേ, വേണ്ട മോഹനവല്ലി, ഞാൻ പിടിച്ചോണ്ട് വന്നതാ. ഒരടിയും കൊടുത്തു. അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ കെറിച്ചിരിക്കുന്നേ? ഞാൻ എനിക്ക് വേണ്ടി മാത്രം വാങ്ങിക്കാൻ പോയതൊന്നുമല്ല, അമ്മയ്ക്കും ഉണ്ട്. തോർത്തുമുണ്ടായിരിക്കും. നീ കൂടി വിടുന്നു. വെറുതെ അമ്മ പിരിയേറ്റരുതേ. തോർത്തുമുണ്ടൊന്നുമല്ല. എനിക്ക് സാരി, അമ്മയ്ക്ക് സാരി, നിങ്ങളുടെ ഡാഡിക്ക് പാൻറ് ഷർട്ടും, നിങ്ങൾക്കും ഉണ്ട് ഡ്രസ്സ്, ഫാഷനബിൾ ഡ്രസ്സ്. തേങ്ങ വാങ്ങിച്ചോ? തേങ്ങ? ആ, ഇവിടെ എൻ്റെ മോനെ തേങ്ങാപ്പീരി ഇട്ട് ഇലയുടെ തിന്നാൻ വേണ്ടിയിട്ട് അവനിവിടെ കുറേ ദിവസമായി പറയുന്നു, ഇതുവരെ ഉണ്ടാക്കി കൊടുത്തില്ല. എന്നാൽ ഞാനിത് ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറിയപ്പോൾ ഒരു തരി തേങ്ങയില്ല ഇവിടെ. തേങ്ങ മേടിക്കാൻ പോയി ഷോപ്പിംഗ് ആവോ? തേങ്ങ മേടിക്കാൻ പോയി അതിന് സ്വർണ്ണ നാണയം കിട്ടുമോ? എന്താ അമ്മ പറയുന്നേ? സ്വർണ്ണ നാണയം കിട്ടുന്നിടത്ത് മാത്രമേ നീ പോകത്തുള്ളൂ. ശരി, ഇപ്പൊ അട ഉണ്ടാക്കണം, അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാ പിന്നെ നിങ്ങൾക്ക് തേങ്ങ പോയി കടയിൽ നിന്ന് മേടിക്കാൻ മേലായിരുന്നോ? അഹോ, നിങ്ങൾ ഷോപ്പിങ്ങിന് മാളിൽ പോവുക, എന്നിട്ട് അച്ഛമ്മേ ജോസഫേട്ടനെ കടയിൽ തേങ്ങ മേടിക്കാൻ വിടുക. അതെ. അമ്മ, ഈ തേങ്ങയ്ക്ക് ഇപ്പൊ ഒരു കടയിലും ഇല്ല, ഭയങ്കര ക്ഷാമമായി. ശബരിമല സീസൺ അല്ലയോ? വേണ്ട മക്കളെ, നിങ്ങൾക്ക് തേങ്ങ കിട്ടുന്ന കാലത്ത് അച്ഛമ്മ ഇലയുടെ ഉണ്ടാക്കി തരാൻ കേട്ടോ. ഇപ്പൊ സമാധാനിക്കും. അയ്യടാ, അവന്റെ ഒരു ആഗ്രഹം. വേറെ ഒന്നും കണ്ടില്ലേ തേങ്ങ വീരായിട്ടുള്ള അട? അതെന്താ ഇത്ര? അവൻ സ്വർണ്ണമൊന്നും ചോദിച്ചില്ലല്ലോ, നിസ്സാര കാര്യം ഒരു ഇലയുടെ ഇല ഉണ്ടാക്കാൻ പറഞ്ഞുള്ളൂ. സ്വർണ്ണമാണെ പിന്നെ സഹിക്കായിരുന്നു. ഇപ്പൊ പോയി പർച്ചേസ് ചെയ്തിരുന്നെങ്കിൽ ഇഷ്ടം പോലെ സ്വർണ്ണം കിട്ടിയേനെ. ഇത് തേങ്ങ നാട്ടിൽ കിട്ടാത്ത സാധനം, അത് വെച്ച് തന്നെ അവന് പലഹാരം ഉണ്ടാക്കണം. കയറി പോടാത്ത അവൻ അവിടെ ഇരിക്കുവല്ലേ, ഇപ്പൊ എന്തിനാ അവൻ കയറി പോന്നെ? അവൻ കയറി പോണം. കയറി പോടാ, കയറി പോടാ. ചെറുക്കന്റെ നേരെ കൊണ്ട് അവക്കിപ്പോ ഭർത്താവ് മതി, പിള്ളേര് വേണ്ട. പിള്ളേരുടെ ഇഷ്ടം സാധിക്കാൻ ഒന്നും അവൾക്ക് വയ്യ. എൻ്റെ ദൈവമേ, ഞാനിപ്പോൾ എവിടാ ഒരു തേങ്ങയ്ക്ക് പോന്നെ? ഞാനൊന്ന് നോക്കട്ടെ, വല്ലയിടത്തും ഒരു തേങ്ങ കിട്ടുമോ.
മോളെ നിനക്ക് മേടിച്ചിട്ടുണ്ട് 2 ഡ്രസ്സ്. അമ്മയ്ക്കേ ഷോപ്പിങ്ങിന് കൊണ്ടുപോകാത്തതിന്റെ അസൂയ. ദുഷ്ടയാ ദുഷ്ട. അയ്യോ നിങ്ങൾ അതുഷ്ട. അച്ഛമ്മയെ കൂട്ടാതെ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോയിട്ട് ഇപ്പൊ അച്ഛമ്മയുടെ തലയിലല്ല. പറഞ്ഞു കേട്ടില്ലേ, മക്കൾ വരെ അമ്മയെ ദുഷ്ടന്ന് വിളിച്ചു. അവരൊരു സത്യം പറഞ്ഞു. ഏ അല്ല അവർക്കും പരിഭവം കാണുമല്ലോ. അല്ല നിനക്ക് നിന്റെ മാത്രം കാര്യമല്ലേ ഉള്ളൂ നോട്ടം. അപ്പൊ ഞാൻ മക്കളുടെ കാര്യം നോക്കുന്നില്ലെന്നാണ് അർജുനേട്ടൻ പറയുന്നത്. മക്കളെ കണ്ണ മമ്മിയോട് ക്ഷമിക്കടാ. കുഞ്ഞിനിപ്പോ എന്താ വേണ്ടേ? ഇലയടാ തിരണം, അത്രയല്ലേ ഉള്ളൂ. എന്റെ മക്കൾക്ക് മമ്മി ഉണ്ടാക്കി തരാടാ കേട്ടോ. എന്റെ മുത്തിന് മമ്മി ഉണ്ടാക്കി തരാവേ. അർജുനേട്ടാ പോയിട്ടൊരു തേങ്ങ മേടിച്ചോണ്ടേ. എവിടുന്നാന്ന് എനിക്കറിയണ്ട, പോയി എടുത്തോണ്ട് വാ. അയ്യ എവിടുന്ന് വാങ്ങാനോ? അതാ ഇപ്പൊ പറഞ്ഞ ഒരിടത്തും തേങ്ങ ഇല്ലെന്ന്, ആരും തേങ്ങ പറിക്കുന്നില്ല. അതെനിക്ക് അറിയേണ്ട കാര്യമില്ല. എന്റെ കുഞ്ഞിന് തേങ്ങാപ്പീര വെച്ച് അയലേടെ ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്കൊന്ന് വിശ്രമമുള്ളൂ. എന്റെ മോനോലി ഈ തേങ്ങയ്ക്ക് വിലയില്ലാത്തതിനാലേ ആരും തേങ്ങ ഇടാറില്ല, കരിക്കായിട്ട് വിൽക്കുക. എടാ മോനെ കണ്ണാ, നിനക്കേ കരിക്കും വെള്ളം ഒഴിച്ചുണ്ടാക്കിയ ഇലയുടെ മതിയോ? എന്ത് കൊല്ലും ഇല്ലാത്ത ഞാൻ എവിടെ ഒപ്പിക്കും? എന്താലേ നമ്മുടെ വീടിന്റെ മുമ്പിൽ തെങ്ങ് നിപ്പില്ലേ, അതിൽ കയറി പറിച്ചേ ആണെന്ന് പറഞ്ഞ് നടക്കുന്നു. അയ്യടാ, അത് നീ സ്ത്രീധനമായിട്ടൊന്നും കൊണ്ടുവന്നല്ലോ നിന്റെ വീട്ടിൽ നിന്ന്. രാഘവേട്ടന്റെ മുമ്പ് എന്നെ കള്ളനാക്കരുത്. എന്നാ പിന്നെ രാഘവേട്ടനെ വിളിച്ച് ചോദിക്കും 2 തേങ്ങ ഇട്ടോട്ടെ എന്ന്. ഒന്നിനും പറ്റുമല്ലോ, എല്ലാം ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കണം. ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ പറ്റത്തില്ല നിന്റെ ഡാഡിക്ക്. ഹലോ, രാഘവേട്ടനല്ലയോ? പിന്നെ ആ വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു തെങ്ങിന്ന് 2 തേങ്ങ ഇട്ടോട്ടെ. എന്താ ഡാഡി തെറി പറഞ്ഞോ? അറിയൊന്നും പറഞ്ഞില്ല, മുഴുവൻ തേങ്ങ ഇട്ടോളാൻ പറഞ്ഞു. പിന്നെ ചുവട്ടിൽ ഇച്ചിരി വളവും കൂടി ഇട്ടാക്കാൻ പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റു, വളം ഇരുന്ന കാര്യം ഞാൻ ഏറ്റു. വേഗം പോയി തെങ്ങി കയറും. ഞാൻ കേറാനോ? അല്ല ഞാൻ കേറാം. നീ അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. നാണമില്ലല്ലോ നിങ്ങൾക്ക്. മോനോലി, എന്തേ ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത്. കഴിഞ്ഞ മാസം നീ എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഇൻഷുറൻസ് എടുപ്പിച്ചതിന്റെ രഹസ്യം. അയ്യോ, അങ്ങ് മനസ്സിലാക്കി കളഞ്ഞു കൊച്ചു കള്ളൻ. ഇങ്ങനെയുള്ളൊരു കാര്യം ഞാൻ ഏതായാലും പോയി തെങ്ങുകയറ്റക്കാരനെ വിളിച്ചോണ്ട് വരാം. പിന്നെ തെങ്ങുകയറ്റക്കാരൻ നീ അങ്ങോട്ട് ചെന്ന കൂടെ വരാൻ വേണ്ടിട്ട് ഒരുങ്ങി അങ്ങ് നിൽക്കുമല്ലയോ. എടാ തെങ്ങ് കയറാനും പറമ്പ് കളയ്ക്കാനും ഒന്നും ഇപ്പൊ ആരെയും കിട്ടത്തില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ തന്നെ ഒന്ന് തെങ്ങ കയറി, ഞാൻ പഠിപ്പിച്ചു തരാം. അയ്യോ ഞാനോ? എന്താ നിന്റെ അച്ഛൻ കൃഷ്ണൻ മക്കയില്ലയോ, അദ്ദേഹത്തിനെ ഞാൻ എന്തുമാത്രം തെങ്ങുകയറ്റം പഠിപ്പിച്ചതാന്നറിയാവോ? അമ്മേ നമുക്കേ ഈ തെങ്ങ് കയറുന്ന ഒരു യന്ത്രം വാങ്ങിക്കാം. എന്തിന്? എന്നിട്ട് മോനോലി പഠിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ തെങ്ങ് കയറുന്ന സ്ത്രീ എന്നും പറഞ്ഞുകൊണ്ട് പേപ്പറിൽ ഫോട്ടോയും വാർത്തയൊക്കെ വരികയും ചെയ്യും. പേപ്പറിൽ ഫോട്ടോ വരും ചരമക്കോളത്തിൽ. എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ, മര്യാദയ്ക്ക് ചേട്ടൻ തന്നെ പഠിച്ചാൽ മതി. അമ്മേ പഠിപ്പിച്ചു കൊടുക്കും കേട്ടോ. വാ നമുക്ക് പോയിട്ടേ അടയ്ക്കുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങാം. എടാ ഇനിയുള്ള കാലം തെങ്ങ് കയറാനും പറമ്പിൽ കളിക്കാനും ഒന്നും ആരും കിട്ടത്തില്ല. എല്ലാം സ്വയം പര്യായമല്ലയോ. സ്വയം പര്യായോ? സ്വയം പര്യാപ്തം. എന്തുവാ സ്വയം പര്യാപ്തം? മതി 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 മതി, കൂടുതൽ പഠിപ്പിക്കല്ലേ. എന്തെങ്കിലും പറഞ്ഞോണ്ടേ തലേ കയറാൻ വരും. വലിയൊരു അധ്യാപകൻ ഇറങ്ങിയിരിക്കുന്നു. നീ പോയേ ഒരു തോർത്തെടുത്തോണ്ടോ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ തെങ്ങേ കയറുന്നതെന്ന്. എടുത്തോണ്ട് വേടാ, എല്ലാത്തിനും അങ്ങ് താമസമാ. അയ്യോ ഞാൻ ഇതേ ആദ്യം ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് തോർത്തെടുത്തിട്ട് തന്നെ ഇങ്ങനെ തിളപ്പുണ്ടാക്കണം. തിളപ്പ് മനസ്സിലായോ? ഇങ്ങനെ കെട്ട് കെട്ട് കെട്ടിയല്ലോ. ഇതിനകത്തോട്ട് നിന്റെ 2 കാലും ഇടണം. താഴോട്ടിട്ടത് താഴെ ഇട്ടെ. എന്നിട്ട് അതിനകത്ത് 2 കാലും അങ്ങോട്ട് കയറ്റ്. വേഗം വേഗം ചെയ്യടാ. എന്നിട്ട് തെങ്ങ കയറുന്നല്ലാണ്ട് ഇവിടോട്ട് പിടിച്ചോ, ഒന്നിങ്ങനെ ചാടിക്ക്. എന്നിട്ട് കാലേതായാലും ഇങ്ങനെ ഉറപ്പിക്കണം തെങ്ങയില്. എന്നിട്ട് ഈ കൈ ഇവിടെ അല്ല, ഇങ്ങനെ തെങ്ങയെ പിടിക്കണം. എങ്ങനെ? ഇതിന് വാരി പിടിക്കുന്നേ. അല്ല ഇത് എന്നെ കൊണ്ട് ഇത് പറ്റുമോ അമ്മേ? നിന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ മോനെ. അല്ല ഇനിയിപ്പൊ കേറുന്ന വഴി പാതി വഴി എത്തുമ്പോഴേ കാലോ കയ്യോ കുഴഞ്ഞു പോയാല് ഇല്ല, നീ പേടിക്കണ്ട. മേളിൽ കിടക്കുന്നത് തേങ്ങയല്ല, നിന്റെ ഭാര്യയാണ് അവിടെ നിൽക്കുന്നതെന്ന് ആലോചിച്ചോണ്ട് ചടപട ചടപടാന്നങ്ങ് കയറണം. എങ്ങനെ കയറണം? ചടപട ചടപടാന്ന് അങ്ങോട്ട് കേറിയാ മതി. അങ്ങനെ സങ്കല്പിച്ച ഒരു ഭർത്താവിന് മേളോട്ട് കയറാൻ പറ്റത്തില്ല അമ്മേ. അതെന്താ? ഇതേ വേറെ ആരും പറഞ്ഞല്ല, എന്റെ കൃഷ്ണമക്കയില് പറഞ്ഞു തന്നതാ നിന്റെ അച്ഛൻ. കേറ് കേറ്, നീ മേപ്പോട്ട്. തെങ്ങ കേറി എത്തിയല്ലോ, ഇനി ഒരു ഓലമടലിലോട്ട് ഇങ്ങനെ പിടിക്കണം.
ആ. പിടിച്ചു. ആ. പിടിച്ചിട്ട് വിളഞ്ഞു കിടക്കുന്ന തേങ്ങ ഇങ്ങനെ പിരിച്ച് പിടിക്കണം. ആ. പിരിച്ച് താഴോട്ടോ. ആ. പിരിച്ച് താഴോട്ടോ. ആ. പഠിച്ചല്ലോ. ആ. പഠിച്ചു. ഇനി അവിടെ നിന്ന് എന്റെ മക്കൾ ഇത് മനപ്പാടമാക്ക്. അമ്മ വരാം. അല്ല അമ്മേ, എന്താ ഈ തെങ്ങിന്റെ മേളിൽ കയറുന്നതേ അമ്മ പഠിപ്പിച്ചിട്ടുള്ളൂ, ആ. ഇറങ്ങാനുള്ള പഠിപ്പിച്ചിട്ടില്ല. ഇറങ്ങാൻ പഠിപ്പിക്കണോ? ആ. എടാ നീ തെങ്ങേന്ന് ഇറങ്ങണ്ടടാ. നീയൊക്കെ താഴെ ഇറങ്ങിയിട്ട് എന്താ പ്രയോജനം? താഴത്തെ എന്തുവാ? ഒരു കൈ നോക്കിക്കളയാം. കേരളീയനായിട്ട് തെങ്ങേ കയറാൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ നാണക്കേടല്ലയോ? അല്ല, ധൈര്യത്തിന് രണ്ട് വീശിയാലോ? അയ്യോ അത് വേണ്ട, തല കറങ്ങും, തല കറങ്ങും, തല കറങ്ങും. തെങ്ങ് ചതിക്കത്തില്ലെന്നാ പറയുന്നേ. തെങ്ങ് ഭഗവാനെ കാത്തോണേ. അമ്മേ, മോഹനവല്ലി, പിള്ളേരെ ഓടിവാ, ദേ ഡാഡി തെങ്ങേ കയറാൻ പോന്ന്. അച്ഛമ്മേ മമ്മി ഓടി വാ, ദേ ഡാഡി തെങ്ങേ കേറാൻ പോകുന്നു. കയറാൻ പറ്റുന്നില്ല. എനിക്ക് വയ്യ. ഇങ്ങനെയാണോ തേങ്ങ ഇടുന്നേ? ഇങ്ങനെയാണോ അമ്മ തെങ്ങ കയറാൻ പഠിപ്പിച്ചേ? എനിക്ക് തേങ്ങാപ്പീരിട്ട് ഇലയുടെ വേണം. ഡാഡി എങ്ങനെയെങ്കിലും മുകളിൽ കയറ്. എടാ പഠിപ്പിച്ചെന്ന പോലെ കേറിയ പോരായിരുന്നു. അപ്പൊ അങ്ങ് എത്തുമായിരുന്നല്ലോ. കയറിയത് ഒരു കാര്യം ഞാൻ പറയാം, തേങ്ങ ഇന്നിവിടെ കിട്ടിയേ പറ്റത്തുള്ളൂ. അതെ, എങ്ങനെങ്കിലും ഒന്ന് കേറി ഇടറാ. എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ ആരെങ്കിലും ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുക. എന്റെ ദൈവമേ, തിന്നാൻ പറ്റുമല്ലടാ നിന്നെ കൊണ്ട് കഴുതേ. എന്റെ ദൈവമേ. ഒന്ന് തെങ്ങ കയറിയതാ. നോക്കിയാ കുളിച്ച പോലായി. എന്ത് വേടാ നിനക്ക്? കാലെടുക്കുന്നില്ല. ഇവന്റെ കാലത്ത് ശരിയാക്കും. ശരിയായോ? ഏതാണ്ട് ശരിയായോ? എന്നാ നീ പോയി ഒരു തെങ്ങ് കയറ്റക്കാരനെ വിളിച്ചോണ്ട് പോവാ, നമുക്ക് തെങ്ങ കയറ്റാം. ഞാൻ പോയിട്ട് ഇന്നൊരു തെങ്ങ് ചക്കാരനെ കൊണ്ട് വരൂ. ഇത് സത്യം, സത്യം, സത്യം. ഈശ്വരുണ്ട് കേട്ടോ. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിന്റെ ഒരു നടപ്പ് കണ്ടോ? എനിക്ക് സഹിക്കുന്നില്ല ഇത് കണ്ടിട്ട്. ദൈവമേ, ഇങ്ങനെ വരുമായിരുന്നെങ്കിൽ ഞാനിത് പഠിപ്പിക്കത്തില്ലായിരുന്നു. എനിക്കിത് കാണാൻ ശരിയാക്കാം. എങ്ങനെ ശരിയാക്കാം? പോന്ന പോക്കണ്ട റോബിറ്റിന്റെ കൂടല്ലോടി പോന്ന്. വയ്യാണ്ട് ദൈവമേ. അയ്യോ നോക്കണ്ടെന്ന് പറയടി. ഒരു തൊപ്പിക്കാരൻ ഇരിക്കുന്നതിനകത്ത് തേങ്ങാക്കാരനെ വിളിക്കാൻ പോകാനല്ലേ പറഞ്ഞത്? ഇത് സർക്കസ് കമ്പനിയുടെ ഏത് സർക്കസ് കമ്പനിയിലെ ആരാടാ ഇത്? മോളിലാ? തെങ്ങ് കയറാൻ വന്നതാണ്. ഓ, തെങ്ങ് കയറാൻ വന്നാണോ? അയാളുടെ വേഷമാണോ ഈ കാണുന്നേ? ഒരുമാതിരി മണ്ടല് പിടിച്ച തെങ്ങിന്റെ സ്വഭാവം എന്നോട് കാണിക്കരുത്. എന്തുവാ ആരായത്? ഇതാരാ? ആരാന്നോ? ഇനി വേടാ, ഞാൻ പറഞ്ഞുതരാം. അയ്യോ അമ്മ, തെങ്ങേ കയറാൻ വന്ന ആളാ. അയാളെ തെങ്ങ് കയറ്റക്കാരനെ വിളിച്ച അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാ. പിന്നെ എന്താ വിളിക്കണം? എന്താ പിന്നെ മമ്മൂട്ടിന്ന് വിളിക്കാം. എന്താ? അതെ, ഞാൻ പോകട്ടോ. അയ്യോ പോരും സാറേ, സാറേ. എന്റെ അമ്മ, ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാ ഇയാളെ കിട്ടിയെന്നറിയാവോ? ഇയാള് പോയി കഴിഞ്ഞാല് തേങ്ങ തെങ്ങി തന്നെ നിൽക്കും. അതെ, ഓൺലൈനിൽ ബുക്ക് ചെയ്ത് 100 കണക്കിന് ആളുകൾ ഈ കേരേഷ് കുമാറിനെ വെയിറ്റ് ചെയ്യാണ്. ഞാൻ നിക്കണോ അതോ പോണോ? അയ്യോ നിക്കണം, തേങ്ങ ഇട്ട് തരണം. എവിടെ എന്റെ ചെയർ? ആ ചെയർ, അയ്യോ അത് മറന്നുപോയി. മോനവലി, ആ ചെയറിങ് എടുത്തോണ്ടോ. മോഹനവല്ലി ഇവന് ചെയർ എടുത്തെടുക്കാനോ? നീ തെങ്ങ കയറി തേങ്ങ ഇടാൻ വന്നാണോ? എന്നാ തേങ്ങ ഇട്ടിട്ട് പെട്ടെന്ന് സ്ഥലം കാലിയാക്കിക്കേ, വൃത്തി കെട്ടവൻ. ഇവനാണ് കൊള്ളാലോ. അല്ല പിന്നെ ലോകത്ത് തെങ്ങക്കാരൻ ഇവ മാത്രമേ ഉള്ളെന്നുള്ള അഹങ്കാരം അവന്.
കൂടുതൽ കളിച്ചാലേ വിവരം അറിയുന്നീ. തെങ്ങ് കയറുന്നവനെ ഇത്ര അഹങ്കാരം വേണ്ട. ആ, അതാ സതീഷ് കുമാറേ, എന്നാലേ നിങ്ങൾ കയറി കേട്ടോ, കയറി കേട്ടോ. അയ്യോ പോരുത് പോരുത്. ഇവരോടൊന്നും പറയാൻ മേലല്ലോ. അപ്പ തിരിച്ചു പോകും. എനിക്ക് മേല. ഓക്കെ, തെങ്ങ് എവിടെ? തെങ്ങ് കണ്ട എന്റെ മടിയില്. ഇവിടെ തെങ്ങ് നിൽക്കുന്നതൊക്കെ കാണാൻ വയ്യടാ. തെങ്ങല്ലയോ ഞാൻ കാണിച്ചുതരാം. എന്താ കാണിക്കാൻ എന്തുവാടാ ഇത്രേ? തെങ്ങ് അവൻ കണ്ടിട്ടില്ലേ തെങ്ങ കയറുന്നവൻ? അമ്മ അവന്റെ കണ്ണിലിരിക്കുന്ന കണ്ണാടി എടുത്ത് മാറ്റാൻ പറ. മാറ്റിട്ട് പോ. ഈ ഒറ്റ തെങ്ങേ ഉള്ളൂ. അല്ല, തെങ്ങ് വേറെ ഉണ്ട്, പക്ഷെ ഈ പറമ്പിലല്ലെന്ന് മാത്രം. അത് തന്നെ. ആ ഇതാ പിന്നെ ഒരു കാര്യം, ഞാൻ ഈ ഒരു തെങ്ങിൽ തൊടണമെങ്കിൽ എനിക്ക് 500 രൂപ തരണം. അപ്പൊ തെങ്ങ് കേറണമെങ്കിലോ? 1000 രൂപ. എടോ, ഇയാൾ ഇവിടെ തേങ്ങ എന്നിട്ടുണ്ടോ? വേഗം ഒന്ന് സ്ഥലം കാലിയാക്കി പോയേ. എന്താ 1000 രൂപ കൊടുക്കാ നീയാ? ഈ തെങ്ങ കയറുന്നതിന് 1000 രൂപ കൊടുക്കോ നീയാ? സാറേ കേരേഷ് സാറേ 300 രൂപ വരും. ഓക്കെ, ഇവരുടെ ഇടയിൽ താമസിക്കുന്ന ഒരു ത്യാഗി എന്ന നിലയ്ക്ക് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഒറ്റ വീക്ക് വെച്ചിട്ട് ഞാൻ കേട്ടാ. സാറേ വേണ്ട, കേറ് കേറ്. ദാണ്ട. ഇതൊന്നും വേണ്ട. പിടിച്ചേ അല്ലേ പിടിച്ചേ. നോക്കണേ, ചെരുപ്പ് നോക്കണം കേട്ടോ. ബാഗ് പിടിക്കും. ചെരുപ്പ് നോക്കാൻ വീട്ടിൽ നിന്ന് ഒരാളിനെ കൂടെ കൊണ്ടുവരായിരുന്നു നീ. സാർ കേറി. അല്ല, ഇവരെ സംസാരിച്ചാൽ ഞാൻ കയറില്ല കേട്ടോ. സാർ കേറിയാ. സംസാരിച്ചാ കേറില്ല. സ്റ്റൈലാ, അങ്ങനെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് കയറുന്നത്. ഓക്കെ. ആ ദാ പിന്നെ ഒരു കാര്യം, 300 രൂപയും 5 തേങ്ങയും കൂടി ഞാൻ എടുക്കും. അയ്യോ, 5 തരാം, തേങ്ങ. തരാം, തരാം, തരാം. 5 തേങ്ങ എടുക്കും. ഓ, സാരമില്ല. ആ അതുണ്ട്. അപ്പൊ ഓക്കെ, ദിസ് ഈസ് മൈ സ്റ്റൈൽ. അയ്യോ. ഇട്ടോ ഇട്ടോ. ദാണ്ട ഈ കിടക്കുന്നില്ലേ, ഈ ഇപ്പുറത്ത് കിടക്കുന്നത് അത് വിളഞ്ഞതാ. അതിട ആദ്യം. അതിട അതിട്. കരിക്ക് വേണോടാ നിനക്ക്? കരിക്ക് വേണോ? എന്റെ ഇപ്പുറത്തെ കരിക്കുണ്ട് അതോടെ 2 വെട്ടിയിട്ടത്. 4, 5, 5 കരിക്ക്. വിറകിന് വേണം കൊതുമ്പ് വിട്ടാൻ പറ. കൊതുമ്പും മടലും ഒക്കെ ഉണങ്ങി നിൽക്കുന്നൊക്കെ ഇനി പറിച്ചിടും. അതെ, ആ 2 പേര് അവിടെ തന്നെ നിൽക്കണേ. എന്നാലേ എനിക്ക് തേങ്ങ പറിച്ച് നിങ്ങളുടെ തലയിലിടാൻ പറ്റും. അമ്മ നമ്മളെ അയ്യോടി ദാണ്ടവനെ ഇറങ്ങി വരുന്നു. അവനെന്താ തേങ്ങ മുഴുവനൊന്നും ഇട്ടില്ല. കരിക്ക് ഇട്ടില്ല. കരിക്കിട്ടില്ല, ഒന്നും ഇട്ടില്ല. എടാ ഈ സൈഡിലുള്ള തേങ്ങ ഇട്. എടാ നീ എന്ത് ഇത് 5 എണ്ണല്ലേ ഇട്ടുള്ളൂ? ഇവിടെ അവൻ തേങ്ങ ഇടാതെ എല്ലാം പെറുക്കി കെട്ടി വെച്ചങ്ങ് നിക്കുവാ ഞാന്. ഈ 5 തേങ്ങ എന്താടാ എടാ, ഈ 5 തേങ്ങയല്ലേ ഇട്ടുള്ളൂ താന്? 5 തേങ്ങ വിളഞ്ഞതുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാ. അപ്പൊ ഇയാളോട് കരിക്കിടാൻ പറഞ്ഞു. അപ്പുറത്ത് കിടക്കുന്ന വിളഞ്ഞ തേങ്ങയാന്ന് പറഞ്ഞിട്ട് എന്താ അത് ഇടാഞ്ഞേ? വിളിച്ചു പറഞ്ഞ ഞാൻ കേട്ടില്ല. അയ്യോ, എനിക്ക് 5 കാര്യം പറഞ്ഞല്ലോ. അതെ, ഇപ്പൊ ഈ 5 തേങ്ങ ഇയാളങ്ങ് പെറുക്കിക്കൊണ്ട് പോകാൻ പോണോ? എടോ, ഓക്കെ. അല്ല എടുത്ത് മാറ്റടി. ഞാൻ തരത്തില്ല, ഞാൻ തരത്തില്ല. മക്കളെ കൊടുക്കണ്ടടാ. കൊടുക്കില്ല. നിങ്ങൾ ഡീസൻസി കീപ്പ് ചെയ്യണം. എന്താ ഡീസൻസി? ഞാൻ പറഞ്ഞതാണ് 5 തേങ്ങയും 300 രൂപ കൂലിയും ഞാൻ പറഞ്ഞതാ. അത് പക്ഷേ അങ്ങനാണെങ്കിൽ താനെ 5 തേങ്ങ തേങ്ങ ഇട്ടില്ല. ഞങ്ങളുടെ ആവശ്യത്തിന് തേങ്ങ. 5 തേങ്ങ ഉള്ളായിരുന്നു, എന്റെ വെച്ചാണ്. ഈ പെണ്ണുങ്ങളോട് അത് തേങ്ങ മേടിച്ചാ അത് മേടിച്ചെന്നേ. നിങ്ങൾ നിങ്ങളുടെ മാന്യത കീപ്പ് ചെയ്യണം. അത് മേടിച്ചാ കവിഷ തേങ്ങ കൊണ്ട് ഏറുകളുണ്ടെങ്കിൽ പോടാ. എന്താ 4 ഇരിപ്പ്. അയ്യോ, നമുക്ക് തേങ്ങ കിട്ടിയില്ല. കൊണ്ടുപോട്ടെ കൊണ്ടുപോട്ടെ. തേങ്ങ മുഴുവൻ അവൻ കൊണ്ടുപോയിട്ടോളെ. അതുകൂടെ കൊടുത്തരാം. അയ്യോ, എന്റെ ദൈവമേ, ഇത് എന്തൊരു കൊണ്ടുപോ. ഏർപ്പാടാ ഇത്? ഒന്ന് വഴിയിട്ട് ഒന്ന് എന്ത് വഴി? അപ്പുറത്ത് വഴി കിടക്കുന്നത് അതിലെ പോടാ. താങ്ക് യു ഓർമ്മിപ്പിച്ചേ. പിന്നെ വേറൊരു കാര്യം, കാറിൽ എന്നെ ഒന്ന് ടൗണിൽ വിടാവോ? കാറിൽ തന്നെ എന്റെ 300 രൂപ വേണം. 300 രൂപ. ഇവരെന്താ ഇങ്ങനെ? അതെ, എന്റെ 300 രൂപ വീട്ടിൽ കൊണ്ടുവരാതെ. 300 രൂപയ്ക്ക് എന്തൊരു സാധനം അവന്. വാടാ, ഇപ്പൊ നീ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്താ